ഇന്ന് സമൂഹത്തിൽ ജാതി വ്യവസ്ഥകളും ആചാരങ്ങളും നിലനിൽക്കുന്നുണ്ടല്ലോ. അത് പൂർണ്ണമായും ഒഴിവാക്കാൻ എന്താ മാർഗം? ആ ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ ജാതീയമായ ആചാരങ്ങൾ ആചാരങ്ങൾ. അതല്ലേ ഉദ്ദേശിച്ചത്? അതെ അതെ അതെ. ഇത് നമ്മൾ പലപ്പോഴും ഉം. നമ്മുടെ സമൂഹത്തിലെ ആളുകളിൽ ബന്ധപ്പെടുന്ന സമയത്ത് എല്ലാവരും പറയാറുണ്ട്, ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് 10-35 വർഷമായിട്ട് അല്ലെങ്കിൽ 50 വർഷമായിട്ട് ജാതി വ്യവസ്ഥകളൊക്കെ ഇവിടുന്ന് പോയിട്ടുണ്ട് എന്ന് പറയാറുണ്ട് അല്ലേ. ജാതി വ്യവസ്ഥകൾ ഇപ്പോൾ തീരെയില്ല, എല്ലാവരും ജാതി മറന്നിട്ടുള്ള രീതിയിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ ഇടപഴകുന്നതൊക്കെ പറയാറുണ്ട്. പക്ഷേ എനിക്ക് സമൂഹത്തോട് ചോദിക്കാനുള്ളത്, അതേ ആളുകളോട് തന്നെ ചോദിക്കാനുള്ളത്, ഈ ജാതീയമായ ചിന്തകളും വ്യവസ്ഥകളും പൂർണ്ണമായിട്ടും നിങ്ങൾ മാറ്റിയിട്ടുണ്ടോ? ഇവിടെ സവർണർ എന്ന് പറഞ്ഞൊരു വിഭാഗത്തെ കണ്ടെത്തുകയും അതനുസരിച്ചിട്ട് അവർ മറ്റുള്ള രീതിയിൽ മറ്റു ജാതിക്കാരെ അല്ലാത്ത രീതിയിൽ കാണുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാതി വ്യവസ്ഥകൾ വന്നിട്ടുള്ളത്. പക്ഷേ ജാതികൾ ഇവിടെ പണ്ടും ഇല്ല, ഇപ്പോഴും ഇല്ല. ഇത് നമ്മളാക്കി ഉണ്ടാക്കിയ ഒരു ആചാരമാണ്, ശരി, അത് സമ്മതിച്ചു. പക്ഷെ അത് ഇല്ല എന്ന് നമ്മൾ പരിപൂർണമായിട്ടും നമ്മൾ മാറ്റി എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ചില ഹൈന്ദവ സംഘടനകളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് എല്ലാവരെയും കൂട്ടിഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥിതി കൊണ്ടുവന്നതുകൊണ്ട് അത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എവിടെ മാറിയിട്ടുള്ളൂ? ഇപ്പോൾ 2-3 ജാതികൾ തമ്മിൽ ഒത്തുചേർന്ന് നടക്കാം, ഒരു ഭാഗത്തിരിക്കാം, ഒന്നിച്ചിരുന്ന് ചായ കഴിക്കാം, ഒന്നിച്ചിരുന്ന് ഊണ് കഴിക്കാം, ചുമരിൽ കൈയിട്ട് നടക്കാം. ഇതിലപ്പുറത്ത് എന്ത് മാറ്റം സംഭവിച്ചത്? ഇതാണോ ശരിക്കും ജാതീയമായ മാറ്റം? അതല്ലല്ലോ, അത് ജാതീയമായ മാറ്റമല്ലല്ലോ. ഇവിടെ അടിസ്ഥാനപരമായിട്ട് ജാതീയമായ ചിന്തയിലൂടെ നടത്തിക്കൊണ്ടുവരുന്ന ആചാരങ്ങളുണ്ട്. അതും കൂടി മാറ്റുമ്പോഴേ എന്തുള്ളൂ, ഒരു പരിപൂർണമായ ജാതി സംവിധാനം ഇല്ലാതാവുന്നു, ജാതി വ്യവസ്ഥ ഇല്ലാതാവുന്നുള്ളൂ. ഇവിടെ നിന്ന് നോക്കിക്കോളൂ, നമ്പൂതിരിമാർക്ക് ഒരു രീതി വിവാഹത്തിന് ഇല്ലേ, ബ്രാഹ്മണർക്ക് വേറെ രീതി, നായന്മാർ വേറെ, ഈഴവർ വേറെ, ഹരിജൻ വിഭാഗങ്ങൾ വേറെ, ഇങ്ങനെ വ്യത്യസ്തമായ ഒരു സമ്പ്രദായത്തിൽ കൂടിയാണ് സമൂഹത്തിൽ പോണത്. മറ്റുള്ളവർക്കോ വിഭാഗീയത അവരിലുണ്ട് കേട്ടോ. മുസ്ലിം സമുദായത്തിലും ക്രിസ്ത്യൻ സമുദായത്തിലും വിഭാഗീയതകളുണ്ട്. പക്ഷേ അവർക്ക് ധർമ്മം എന്താണ്? അവരുടെ ഇസ്ലാം ധർമ്മം ഒന്നാണ്, ക്രിസ്തു ധർമ്മം ഒന്ന് തന്നെയാണ്. വിഭാഗീയത ഉണ്ടെങ്കിലും ഇപ്പോൾ കത്തോലിക്ക, സുറിയൻ എന്ന് പറഞ്ഞാൽ അവരിലുണ്ട്, ഇവരിലും അതുപോലെ മുസ്ലിംസിലും അതുപോലെ തന്നെ ഒരുപാട് ഉപഘടകങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാവരുടെയും ആചാരം ഒന്നാണ്, അതിൽ മാറ്റമില്ല. പക്ഷേ ഇവിടെ നമ്മളിൽ മാത്രം എന്തുകൊണ്ട് അങ്ങനെ വന്നത്? ഇവിടെ പലപ്പോഴും നമ്മൾ നേരിട്ടിട്ടുണ്ട് അത്. നമ്മുടെയൊക്കെ ഈ വിവാഹത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വരുന്ന സമയത്തും അല്ലെങ്കിൽ അതൊന്ന് നടത്തി കൊടുക്കാൻ വേണ്ടി വരണം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അവരോട് പറയുന്നത്, ജാതീയമായ രീതിയിൽ ഇത് നടത്തി തരില്ല, അത് നടത്താൻ നമ്മളെക്കൊണ്ട് കഴിയില്ല, നമ്മൾ ഹിന്ദുവിൻ്റെ ആചാരം എടുത്തു തരും, അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റൂ എന്നാണ് പറയുക. ഇപ്പോൾ ഇവിടെ നമ്മളൊരു വിവാഹം നടത്തുന്ന സമയത്ത് വലിയൊരു വിഷയം നമ്മൾ ഇതിനു മുമ്പ് ഇതിനെക്കുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ടോപ്പിക് മീഡിയയിൽ തന്നെ ഈ വിവാഹത്തെക്കുറിച്ചിട്ടുള്ള ഒരു വലിയൊരു സംഭവം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനൊരുപാട് വിമർശനങ്ങളൊക്കെ വന്നു, നല്ലതും ഒക്കെ ആയിട്ടുള്ള വിമർശനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഇതിൻ്റെ ഒരു അനുബന്ധമായിട്ട് ചെറിയ രീതിയിൽ അതൊന്നുകൂടെ നമുക്ക് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഇന്നും ഒരേ രീതിയിൽ ഹൈന്ദവ ആചാരം എന്ന അടിസ്ഥാനത്തിൽ ഒരു വിവാഹകർമ്മം നടക്കുന്നില്ല, ഒരു വിഭാഗത്തിലും നടക്കുന്നില്ല അല്ലേ. ഈ ജാതീയം എന്ന് പറയുക മാത്രമല്ല, അല്ലാതെ തന്നെ ഇതുവരെ നടത്തിയിരുന്നവർ പോലും അങ്ങനെയല്ല നടത്തുന്നതെന്നാണ് നമുക്കൊക്കെ മനസ്സിലായിട്ടുള്ളത്. അതിന് പ്രധാനമായിട്ട് പറയുന്ന ഒരു പോയിൻ്റ്, ശരിക്ക് ഒരു സ്ത്രീയുടെ കഴുത്തിൽ, ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ ആ പുരുഷന് താലി കെട്ടേണ്ട അവകാശം എപ്പോഴാണ് വരിക? അതാണ് ചോദ്യം. അത് മുതൽക്കല്ലേ ആവുന്നുള്ളത്. എപ്പോഴാണ് ഇയാൾക്ക് അവകാശം വരുന്നത് എന്നാ പറയാൻ പറ്റുമോ? ഇയാളുടെ ഇപ്പോൾ സിന്ധുവിടെ വിവാഹത്തിൻ്റെ അന്ന് സിന്ധുയുടെ കഴുത്തിൽ താലി കെട്ടാൻ ഭർത്താവിന് ഏത് സമയത്തായിരുന്നു അധികാരം വന്നത് എന്ന് ചോദിച്ചാൽ എന്തായാലും മറുപടി പറയാൻ സാധിക്കുക? കുടുംബങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് ഒക്കെ അവിടെയാണ് തെറ്റ്. ഇയാൾക്ക് താലി കെട്ടാൻ എപ്പോഴാണ് അവസരം? താലിയാണല്ലോ നമുക്ക് പ്രധാനം, പുടവി താലി അല്ലേ, ഈ താലി കെട്ടൽ. ആ താലി കെട്ടാനുള്ള അധികാരം എപ്പോഴാണ് ആൾക്ക് കിട്ടണത്? അത് മുതൽക്കല്ലേ സാധിക്കുള്ളൂ. അപ്പോൾ പിന്നെ അത് എപ്പോഴാണ് വരിക? അതിൻ്റെ ഒരു ആചാരം നിലനിന്നിരുന്നു. നമ്മളൊക്കെ ഒന്നും അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്, പറഞ്ഞു കൊടുക്കാറുണ്ട്, ഒക്കെ ഉണ്ട്, പലരോടും പറയാറുണ്ട്.
അതായത് ഇപ്പം ഈ കല്യാണ മണ്ഡപത്തിലെത്തി ബാക്കിയൊക്കെ നമ്മൾ തീരുമാനിച്ചു, ജാതകമൊക്കെ കൂട്ടി കെട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെ പോകുന്നുണ്ട്. ജാതകത്തിന്റെ വേറെ വിഷയമായിട്ട് അതവിടെ കിടക്കട്ടെ, പിന്നെ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. അത് തന്നെ ഒഴിവാക്കണം. അപ്പോൾ ഇവിടെ അതെല്ലാം കഴിഞ്ഞിട്ട് മണ്ഡപത്തിൽ കയറി കഴിഞ്ഞാൽ പുരോഹിതന്റെ ഒരു കർത്തവ്യമാണ് അവിടെ പുരോഹിതനാണ് നിശ്ചയിക്കേണ്ടത്. അത് ആ പുരോഹിതൻ ഇന്നിപ്പോൾ എല്ലാ പുരോഹിതന്മാർക്കും ഇതിട്ട് അറിയില്ല. കൃത്യമായിട്ട് ഹിന്ദുവിൻ്റെ ആചാരപ്രകാരം ഒരു വിവാഹം നടത്തി കൊടുക്കാൻ എല്ലാ പുരോഹിതന്മാർക്കും സാധിക്കുന്നില്ല. അയാൾ നമ്പൂതിരി ആയാലും ബ്രാഹ്മണനായാലും അല്ലാത്ത ആളായാലും അങ്ങനത്തെ ഒരു വിഭാഗങ്ങളാണ് ഇന്നിപ്പോൾ നിലനിൽക്കുന്നത്. അവർക്കും അവരുടേതായ ആ ഒരു കർമ്മം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ പെൺകുട്ടിയുടെ അച്ഛൻ മകളുടെ കൈ പിടിച്ചിട്ട് ഈ വരൻ്റെ കയ്യിലേക്ക് കൂട്ടി പിടിച്ചുകൊണ്ട് അവിടെ ഒരു പ്രതിജ്ഞ പോലെ ചെയ്യുന്നുണ്ട്. എൻ്റെ മകളുടെ ഇന്ന നക്ഷത്രം ജനിച്ച ഇന്ന പേരിലുള്ള എൻ്റെ മകളെ ഞാനിതാ നിനക്ക് കന്യാദാനം ചെയ്യുന്നു എന്നാണ്. കന്യാദാന കർമ്മം അവിടെ നിർവഹിക്കണം. വിവാഹത്തിൻ്റെ ആദ്യ കർമ്മം എന്ന് പറയുന്നത് അതാണ്. മണ്ഡപത്തിൽ കന്യാദാനം ചെയ്യാന്നാണ്. ഈ കന്യാദാനം നടത്തിക്കൊണ്ട് അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിന് പിന്നെ കുറേ മന്ത്രങ്ങളൊക്കെ ഉണ്ട്. ഞാനത് ആ രീതിയിലൊന്നും വിശദീകരിക്കുന്നില്ല. അതിൽ പറയണതെന്ന് വെച്ചാൽ പിന്നീട് അതിൽ പറയുന്നു, ഇങ്ങനെ ഇത് ചെയ്യുന്ന കന്യാദാനം നടത്തി തരുന്നു, നിനക്ക് താലി കെട്ടാനുള്ള സൗകര്യം, അത് നിനക്ക് ഭാര്യയായിട്ട് സ്വീകരിക്കാം, അതിനാണ് ഞാൻ മകളെ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ഒരുപാട് പ്രതിജ്ഞകളുണ്ട്, ഈ എല്ലാ ദേവഗണങ്ങൾ ഭൂതഗണങ്ങൾ ഒക്കെ പറഞ്ഞിട്ട്. ആചാര്യനോടൊരു സംശയം, ഈ കന്യാദാനം അച്ഛൻ മകളെ ഏൽപ്പിച്ചു കൊടുക്കുക, അതിപ്പോൾ നമ്മൾ കണ്ട കല്യാണം മൊത്തം ആദ്യം താലി കെട്ടിയിട്ടാണല്ലോ. പിന്നെ അതാ പറഞ്ഞത്, വൈരുദ്ധ്യമാണ്, ആചാരങ്ങളിലെ വൈരുദ്ധ്യമാണ് അത് വരുന്നത്. അവിടെ ശരിക്കും താലി കെട്ടേണ്ട മുഹൂർത്തം അതല്ലേ. ഇവര് താലി കെട്ടണമെങ്കിൽ അച്ഛൻ ഏൽപ്പിച്ചു കൊടുക്കണ്ടേ തൻ്റെ മകളെ. അച്ഛൻ്റെ ഏറ്റവും വലിയ കട എന്താണെന്നറിയോ? ഒരച്ഛൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഗുരുതരമായതെന്ന് പറയാം, ഗൗരവമായതുമായ ഒരു കടം എന്ന് പറയുന്നത് അയാളുടെ മകളെ ഉത്തമമായ ഒരു പുരുഷൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. സാമ്പത്തിക കടങ്ങളല്ല, ഒരു മകളെ കല്യാണം നടത്തിക്കൊണ്ടുള്ള ബാധ്യതയല്ല അദ്ദേഹത്തിൻ്റെ വലിയ കടം, ഈ മകളെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതങ്ങനെ കണ്ടെത്തി കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ കടബാധ്യത അത് അതിൽ പറയുന്നുണ്ട്. ഈ മന്ത്രത്തിൽ കന്യാദാനത്തിന് ശേഷം അത് പറയുന്നുണ്ട്. ഈ ശ്ലോകത്തിലോട് എൻ്റെ കടബാധ്യത തീർക്കുന്നു പറഞ്ഞൊരു പിതാവിൻ്റെ ഋണബാധ്യത എന്നവിടെ പറയുന്നുണ്ട്. കടം, ആ ഋണബാധ്യത തീർക്കുന്നു എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കൊടുക്കുക. പിന്നെ പ്രതിജ്ഞയാണ്, ഈ വരനും വധുവും തമ്മിലുള്ള പ്രതിജ്ഞയാണ് അവിടെ നടക്കുന്നത്. എങ്ങനെ ഇവിടെ വളർത്തുന്നു എന്ന രീതിയിലൊക്കെ ഉണ്ട്. അതൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം ഇത് കഴിഞ്ഞിട്ട് പിന്നീടാണ് നമ്മളവിടെ പുടവ സമ്പ്രദായം വരുന്നത് അല്ലേ. നേരെ മറിച്ചിട്ട് ഇവിടെ മറ്റൊരു ജാതിയിൽ അത് പറഞ്ഞതിനെ എനിക്ക് ഒരു വേറെ രീതിയിലൊക്കെ എന്നെ അവഹേളിച്ചു കൊണ്ടിട്ടൊക്കെ എനിക്കൊരു എൻ്റെ കമൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അയച്ചിട്ട്. വീണ്ടും ഞാൻ അത് ആവർത്തിച്ച് പറയുകയാണ്, ഇവർക്ക് ഈ പുടവ കൊടുക്കുന്നതും ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അതായത് നിനക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാനാണ് നിൻ്റെ വസ്ത്രം തരുന്നത്, അത് ഞാനാണ്, അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണെന്നാണ്. പക്ഷെ ഇവിടെ ഒരു സമൂഹത്തിൽ ഒരു ജാതിയിൽ തലേ ദിവസം വേറൊരാൾ കൊണ്ടു കൊടുക്കുന്നു അല്ലേ. ഇത് പറഞ്ഞതിനാണ് ഒരുപാട് വിമർശനം വന്നത്. പക്ഷെ ചിലർ സ്വീകരിച്ചിട്ടോ അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ് എന്ന് പറഞ്ഞവരുണ്ട്. മറ്റേതിന് സ്വാഭാവികമാണല്ലോ, സമൂഹത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവില്ല, അത് നമ്മൾ നോക്കണ്ട, മൈൻഡ് ചെയ്യാതിരുന്നാൽ മതിയല്ലോ. അപ്പോൾ അതിൽ ഇവർ തലേ ദിവസം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എന്നിട്ട് എന്താ ചെയ്യണത്? മണ്ഡപത്തിൽ വരുന്നത് ആ ഡ്രസ്സ് ധരിച്ച് ആര് കൊടുത്തു? താലി കെട്ടുന്നതിൻ്റെ മുമ്പേ ഒരു പുരുഷൻ, വേറൊരു പുരുഷൻ ആരോ ആവട്ടെ, ജ്യേഷ്ഠാനിമാരൊക്കെയാണ് കൊടുക്കാൻ, സഹോദരങ്ങളാണ് കൊണ്ടു കൊടുക്കാൻ. ഈ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അങ്ങനെ തന്നെയാണ് ഉള്ളത്. അതെ, ഞാൻ അറിഞ്ഞിടത്തോളം ഭാഗങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണുള്ളത്. കാരണം പല ജില്ലയിലുള്ള ആളുകൾ അതിന് മറുപടി തന്നിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നിട്ടുണ്ട്. അവരുടെ കമന്റിലും അതുണ്ട്. ഒരാൾ പറഞ്ഞു അവരുടെ ഭാഗത്ത് അവരുടെ സ്ഥലങ്ങളിൽ സ്ത്രീകളെ അത്ര കൊണ്ട് കൊടുക്കുക. ഞാൻ പറയാം എന്ത് തന്നെ ആയാലും ശരി, താലി കെട്ടാത്ത ഞാൻ ഭാര്യയായിട്ട് സ്വീകരിക്കാത്ത ഒരു കുട്ടിക്ക് ആരോ കൊടുത്തൊരു പുടവ, അവരുടെ സഹോദരൻ എന്നുള്ളത് നമുക്കൊരു വിഷയമല്ല. സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാൾ കൊടുത്ത പുടവ അത് ഉടുത്തിട്ട് ഈ മണ്ഡപത്തിൽ വന്നിട്ട് ഇവൻ്റെ മുമ്പിൽ താലി കെട്ടാൻ തല കുനിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് സാമൂഹികമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. സനാതന ധർമ്മത്തിൽ ഞാൻ അതേ പറയുള്ളൂ. മറ്റേത് അവർ ജാതി വന്നതിന് ശേഷം ജാതീയമായ ഉണ്ടാക്കി, അത് വേറൊരു വിഷയം, അത് നമ്മൾ പറയല്ല. പക്ഷെ അത് സാമൂഹികമായിട്ട് അത് തെറ്റാണ്, സനാതന ധർമ്മപരമായിട്ട് തെറ്റാണ്. അപ്പോൾ ഇവിടെ ജാതീയത എങ്ങനെ നിലനിൽക്കും?
ഈ തരത്തിലല്ലേ നിലനിൽക്കുന്നത്. ഇതില്ലാണ്ടാകണമെങ്കിൽ ഇവിടുന്ന് വരണോ? ഞാൻ എൻ്റെ മകളുടെ വിവാഹം സനാതനധർമ്മം അനുസരിച്ചിട്ട് നടത്തൂ എന്ന് ഒരച്ഛനും അമ്മയും വിചാരിച്ചു കഴിഞ്ഞാൽ അവർ പൂർണ്ണമായിട്ടും ജാതീയത അവിടെ വീണ്ടും മാറ്റിയില്ലേ? ആ ജാതി വ്യവസ്ഥ ഒഴിവാവില്ലേ? അതല്ലാണ്ട് ഞങ്ങളേൽ ഇങ്ങനെയാണ്, ഇത് നിങ്ങളുടേതാണ്. അപ്പം അവിടെ എന്ത് വന്നു? നമ്മൾ വന്നില്ല. അവിടെ എന്താ വന്നത്? നിങ്ങളും ഞങ്ങളും. ആ നിങ്ങളും ഞങ്ങളും എന്നുള്ള വ്യത്യാസമല്ലേ? ഇതിലിപ്പോൾ ഈ രാവിലെ ഈ വസ്ത്രങ്ങൾ മാറ്റാനുള്ള സൗകര്യത്തിനും കൂടിയാണ് തലേ ദിവസം കൊണ്ടു കൊടുക്കുന്നത് എന്ന് പറയുന്നൊരു സമ്പ്രദായം കേൾക്കുന്നുണ്ട്. അതിലെന്താ ആചാര്യന് പറയാനുള്ളത്? അതല്ല, ഈ വസ്ത്രം മാറാനുള്ള സൗകര്യം ഒന്നും എല്ലാ ക്ഷേത്രങ്ങളിലായാലും ഹാളുകളിലായാലും കൊടുത്തിട്ടുണ്ട്. അത് കാണിക്കുന്നത് ഇവൻ കൊടുത്ത വസ്ത്രം അവൾക്ക് പൂർണ്ണ തൃപ്തി വന്നു എന്നുള്ളത് തെളിയിക്കാനാണ്, ആ സംതൃപ്തി അറിയിക്കാനാണ്. വിവാഹം കഴിഞ്ഞ് അവൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ, വരൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവൻ പുടവ കൊടുത്ത് സാരി ഉടുക്കുന്നത്. അത് നല്ലൊരു വിഷയമാണ്, കുഴപ്പമില്ല. ആർക്കും പറ്റുന്ന സംഭവമാണ്, ഏത് ജാതിയിലും ചെയ്യാം. അവിടെ ജാതി അല്ല നമ്മൾ നോക്കുന്നത്, സമൂഹത്തിൻ്റെ വ്യവസ്ഥിതി എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. കാരണം അവിടെ അവൻ കൊടുത്ത് ഇത് ധരിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക, ഈ വസ്ത്രം ഉടുക്കുക, അവൻ തന്ന പുടവ ഉടുക്കാതെയാണ് അവൻ്റെ വീട്ടിലേക്ക് പോകുന്നതെങ്കിൽ എനിക്ക് നീ തന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഒരു പരോക്ഷമായിട്ട് അങ്ങനെ ഒരു ചിന്തയിലേക്ക് അത് പോകുന്നു എന്നുള്ളതാണ്. അത് മാറ്റം വരുത്തുക, അതില്ലാണ്ടാക്കുകയാണ്. പൂർണ്ണമായിട്ടും അവരുടെ തന്നതിൽ പുടവയോട് എനിക്ക് വളരെ ഇഷ്ടം വന്നു, താല്പര്യം വന്നു, സന്തോഷത്തോടുകൂടി ഞാനത് സ്വീകരിച്ചത് അങ്ങനെ തന്നെയാണല്ലോ. എങ്കിൽ ഞാൻ ഇത് തന്നെ എടുത്തിട്ട് അങ്ങയുടെ വീട്ടിലേക്ക് ഞാൻ കയറുന്നു എന്നൊരു സങ്കല്പത്തിലാണല്ലോ അത് പോകുന്നത്. അതിൻ്റെ സംവിധാനങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും വലിയ വിവാഹം നടക്കുന്നിടത്തൊക്കെ അതിൻ്റെ സൗകര്യങ്ങളില്ലേ? അപ്പോൾ പിന്നെ എവിടെയത് മാറുന്നത്? ഇതിൽ പലതരത്തിലുണ്ട്. 28 കെട്ടുന്ന 100 കെട്ടുന്ന പാലുകുടി എന്നൊക്കെ പറയുന്ന ചടങ്ങിലും ആ വ്യത്യാസങ്ങളുണ്ട്. മരണത്തിൽ വരെ വ്യത്യാസമുണ്ട്. മരണക്രിയകളിൽ പോലും ജാതീയമായ അടിസ്ഥാനത്തിലാണ് ഇന്നും നടക്കുന്നത്, ഇല്ലേ? ഇപ്പം നമ്മൾ 28 കെട്ട് എന്നൊക്കെ പറയുന്നില്ലേ, നമ്മൾ കുറേ ഭാഗത്തൊക്കെ പാലുകുടി എന്ന് പറയുന്നുണ്ട്, ഇല്ലേ? വാസ്തവത്തിൽ ഈ 28 ദിവസം എന്ന് പറഞ്ഞാൽ ഇവനെ 27 നക്ഷത്ര ദിവസം പൂർത്തിയാക്കിയിട്ട അതായത് 4 ആഴ്ചയായി. ഈ 4 ആഴ്ച കൊണ്ട് കുഞ്ഞിന് അമ്മയുടെ മുലപ്പാലിൽ നിന്ന് മാറിയിട്ട് മറ്റ് ഈ എന്താ പറയുക പശുവിൻ പാലോ ഇങ്ങനെയുള്ളതൊക്കെ നേർപ്പിച്ചിട്ട് കഴിക്കാനുള്ള ഈ ശാരീരികമായ അവസ്ഥ അവൻ്റെ ശരീരത്തിൽ വന്നു ആ കുട്ടിക്ക്. അതുകൊണ്ടാണ് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അതാണ് ഇതിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു വിഭാഗത്തിന് അങ്ങനെയാണെങ്കിൽ വേറൊരു വിഭാഗം എങ്ങനെയാണ് ചെയ്യുന്നത്? വീണ്ടും ഒരു 28 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞിട്ട് ഒക്കെ ചെയ്യുന്നൊരു സിസ്റ്റം ഉണ്ട്, ഇല്ലേ? അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവിടെ ജാതീയത പോയി എന്ന് പറയുക? 2-3 വ്യത്യസ്ത ജാതികൾ തമ്മിൽ ഒന്നിച്ചൊരു യാത്ര ചെയ്തതുകൊണ്ടോ ഒന്നിച്ചിരുന്ന് ചായ കഴിച്ചത് കൊണ്ടോ ഊണ് കഴിച്ചത് കൊണ്ടോ ഒന്നും ജാതി വ്യവസ്ഥ മാറുന്നില്ല. അടിമുടി മാറണം, സംസ്കാരത്തിൽ മാറ്റണം, അല്ലേ? ശരിക്കും ഞാൻ പറയുന്നതാണ്, സംസ്കാരം കൊണ്ട് മാറ്റണം. അതല്ലേ ചെയ്യേണ്ടത്? അത് ചെയ്യാൻ എന്തുകൊണ്ട് വരുന്നില്ല? അപ്പോൾ ഇത് പറയുന്ന സമയത്ത് പക്ഷേ ഞാൻ മാറ്റി ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ രീതിയിൽ തന്നെ നമ്മൾ വിവാഹകർമ്മങ്ങളൊക്കെ നടത്തി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചിലർ പറയും എന്താണെന്ന് വെച്ചാൽ പഴയ ആളുകൾ സമ്മതിക്കില്ല എന്നാ. ഈ പഴയ ആളുകളെ മുഴുവൻ ഒഴിവാക്കിയിട്ട് നമുക്കിത് നടത്താൻ കഴിയില്ല, ഇല്ലേ? ഈ പഴയ ആളുകളിട്ട് സമ്പ്രദായം മാറില്ല. ഇതിപ്പോൾ എവിടെയാണ് വരുന്നത്? വരെ തുടർച്ചയായിട്ട് പാരമ്പര്യമായിട്ട് തലമുറകളെ ഈ തെറ്റായ ആചാരങ്ങളെ പഠിപ്പിച്ചു കൊടുക്കല്ലേ ചെയ്യണത്, അല്ലേ? ഇതിൻ്റെ കൂടെ തന്നെ എനിക്കൊരു സംശയം, ഈ നമ്മളിപ്പോൾ അങ്ങ് കുറേ ഇത് പറഞ്ഞല്ലോ, നമ്മൾ പുടവ കൊടുക്കുന്ന സമ്പ്രദായത്തിനെ കുറിച്ച്. ഈ പുടവ കൊടുക്കുന്ന സമ്പ്രദായം എന്ന് പറഞ്ഞാൽ 2 വസ്ത്രങ്ങൾ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ആദ്യം അങ്ങനെ തന്നെയാണോ, അല്ലെ ഇപ്പം വന്നൊരു ഫാഷനായിട്ടാണോ അതിനെ കാണുന്നത്? പഴയ കാലത്ത് പുടവ സമ്പ്രദായം ഉള്ളൂ, പുടവമുറി എന്നാ പറയുക. പുടമുറി എന്നും പുടവമുറി കല്യാണം എന്നൊക്കെയാണ് പറയുക. അന്ന് പിന്നെ എടുക്കണ എന്താണ്? മുണ്ട്, അല്ലേ? മല്ലുമുണ്ട് ഒക്കെയാണ് എടുക്കുക. ആ മുണ്ട് കൊടുത്തിട്ട് അവളെ സ്വീകരിക്കുന്നു, കൊണ്ടുപോകുന്നു, അങ്ങനെ ചെയ്യാറ്. പക്ഷെ പിന്നീട് മാറി വന്നതാണ് പിന്നീട് കാലങ്ങളൊക്കെ മാറി, യുഗങ്ങളൊക്കെ മാറി, ഫാഷൻ്റെ ഒക്കെ ഭാഗത്തേക്ക് വന്നു. പിന്നെ സാരി ഉടുക്കൽ തുടങ്ങി. എന്തോ നല്ല കാലത്തിൽ ചുരിദാർ ആയിട്ടില്ല. കല്യാണത്തിന് പെണ്ണുടുത്ത് വരുന്നതും പുടവ കൊടുക്കുന്നതും ചുരിദാർ ആയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, സാരിയാണ് കൊടുക്കുന്നത്. അതിന് എന്തോ ആയിട്ടോ കാലത്തിനനുസരിച്ചുള്ള മാറ്റം വരുമ്പോൾ വസ്ത്രത്തിൻ്റെ രീതിയല്ല നമ്മൾ, പക്ഷെ കൊടുക്കുന്ന കർമ്മമാണ്, ആ കൊടുക്കുന്ന ചിട്ടയാണ് അവിടെ. അത് മാമൂല് മാത്രം അത് ചെയ്യുക.
ഇപ്പം ചിലർ കൊടുക്കുന്നതൊക്കെ കണ്ടു, 2 സാരി ഒക്കെ അതെ, കൊടുക്കുന്നതും അതെ. ഒക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ അവരുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചിട്ട് അവർ ചെയ്യുന്നതെന്നല്ലാതെ അതൊന്നും ഒരു മാറ്റത്തിലേക്ക് ആചാരത്തിന്റെ ഒന്നുമല്ല, ഭാഗമൊന്നുമല്ല. ആചാരത്തിന്റെ ഭാഗമൊന്നുമല്ല. എത്ര വേണം കൊടുക്കാലോ, അല്ലേ? അതെ അതെ. ആ, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ മകളെ ഇത് വരുന്ന സമയത്ത് എത്ര വേണമെങ്കിലും, എൻ്റെ മകൻ കല്യാണം കഴിക്കുകയാണെങ്കിലും എനിക്ക് സാമ്പത്തികമായിട്ട് നല്ല കഴിവുണ്ടെങ്കിൽ അവന് എത്ര വേണം കൊടുക്കാമല്ലോ സമയത്ത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു സംശയം ചോദിക്കുക. നമ്മൾ ചില ആൾക്കാർ ഇരുന്നിട്ട് താലി കെട്ടും, ചില ആൾക്കാർ നിന്നിട്ടാണ് കെട്ടുന്നത്. അതിൻ്റെ ആ വൈവിധ്യം അതെന്താണ് അങ്ങനെ? അത് പറയാം. ഇത് ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലൊക്കെ ഇരുന്നിട്ടാണ് താലി കെട്ടാറ്. അതുപോലെ തന്നെയാണ് ഈ ചില ബ്രാഹ്മണ വിഭാഗത്തിലും ഒക്കെ ഇരുന്ന് താലി കെട്ടുന്ന സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട്. ചിലർ നിന്നിട്ട് താലി കെട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇരുന്നിട്ടാണ് താലി കെട്ടുന്ന സിസ്റ്റം. അതിന് വേണമെങ്കിൽ അവർക്ക് ആ ഇരിപ്പിടം തന്നെ അതിനനുസരിച്ചിട്ട് ഒതുക്കണം. ആ ഇരിപ്പിടം ഒരുക്കിയതിന് ശേഷം മാത്രമേ അതിൽ ഇരുന്നിട്ട് ചെയ്യാറ്. വെറുതെ ഈ കഴിയുന്നിടത്തോളം ഈ പുല്ലുവായ ഉപയോഗിക്കുന്ന പറയാം. അതിൽ നമ്മൾ കമ്പിളി കുഷൻ ഇടാം, കുഷൻ അതിൽ കമ്പിളി, അതിന് മേലെ വെള്ള വിരിച്ചിട്ട് ഒക്കെയാണ് ചെയ്യുക. പരിശുദ്ധി കാണിക്കാൻ വേണ്ടിയാണ് വെള്ള വിരിക്കുന്നത്, മണ്ഡപത്തിൽ മൊത്തത്തിൽ വിരിക്കുന്നത് പരിശുദ്ധിക്ക് വേണ്ടിയാണ്. അത് മാർഗമാണ്. പിന്നെ അതുമല്ല അന്ന് അവിടെ നടക്കുന്ന മണ്ഡപം എന്താണ്, ശുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ആ പവിത്രതയുടെ ഭാഗമായിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെയാണ് ശരിക്കും ചെയ്യുന്നത്. ഇവിടെ പല തെറ്റായ രീതിയിലുള്ളതും നമ്മളും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പുടവയുടെ തന്നെ പറയട്ടെ, ഇപ്പോൾ ഇരുന്ന് ഈ താലി കെട്ടുന്നത് നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ കല്യാണത്തിന് ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ വളരെ പ്രായം ചെന്ന ഒരു നമ്പൂതിരിയാണ് പുരോഹിതനായിട്ട് ഇരിക്കുന്നത്. ഇദ്ദേഹം സ്ത്രീയെ വലതുഭാഗത്തിരുത്തിയിട്ട് താലികെട്ട് നടത്തി. എന്നിട്ട് ഈ പുടവ കൊടുക്കുന്നത് വരൻ്റെ അമ്മയെ കൊണ്ട് കൊടുപ്പിച്ചു. ഇതാകെ വിഷമായി. പലരും അവിടെ നിന്ന് പറഞ്ഞു, ഒന്ന് കയറിയിട്ട് പറഞ്ഞൂടെ, ഇത് മാറ്റി ചെയ്യിച്ചു കൊടുത്തൂടെ. ഞാൻ പറയും, മാറ്റി ചെയ്യിക്കാൻ പാടില്ല. അവിടെ കയറിയിട്ട് നമുക്ക് അയാളെ വിമർശിക്കാനും പറ്റില്ല. കാരണം ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ നിശ്ചയിച്ച ഒരാളാണ് അയാൾ. നമുക്ക് അവിടെ ചെന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾക്ക് സഹിക്കേണ്ടി വരികയാണ്. അയാൾക്ക് അറിയാത്ത ആളുമില്ലല്ലോ, പ്രായം കുറേയില്ല, അയാൾക്ക് പ്രായമുള്ള ഒരാളാണ്. പക്ഷെ എന്തുകൊണ്ട് അയാളിലും അങ്ങനെ വന്നു? ഇതൊക്കെ തെറ്റായ ഒരു ബോധം ജനങ്ങളിലേക്ക് എത്തിച്ചു. എന്തു ആവാം, എങ്ങനെയും ആവാം എന്നുള്ളതാണ് അതിൽ പറയുന്നത്. പിന്നെ ഈ കല്യാണം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞതിന് ശേഷം ബൊക്ക കൈമാറുന്ന സമ്പ്രദായം ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. പിന്നെ അച്ഛൻ ഒരു ഉപഹാരം പോലെ സന്തോഷം അങ്ങനെ കൊടുക്കുന്നത്, ചിലർ വധൂവരന്മാർ തമ്മിൽ കൈമാറുന്നത് കാണുന്നത്. ശരിക്കും എന്താണ് വേണ്ടത്? അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല. അതാണ് ഏറ്റവും പ്രധാനം. ഈ സമ്പ്രദായം വന്നത് എപ്പോൾ? ശരിക്കും നമ്മൾ ഈ മാലയില്ലല്ലോ, തുളസിമാലയാണ് ഉപയോഗിക്കാറ്. തുളസിമാല ഉപയോഗിക്കും. ഇപ്പോഴത്തെ പിന്നെ എന്താ പറയുക, ഈ സാധനങ്ങളൊക്കെ വന്നത് എപ്പോഴാണ് എന്ന് വീഡിയോ സംവിധാനം നിലവിൽ വന്നോ അപ്പോഴേക്ക് എന്തുണ്ട്, ഇവിടെ പരിഷ്കാരങ്ങൾ കൂടി. അല്ല, ചില ഫോട്ടോഗ്രാഫർമാരാണ് അധിക പരിപാടികൾ. അതിലും പറഞ്ഞുതരാം. നിങ്ങൾക്കൊക്കെ നിങ്ങളിൽ തന്നെ മാറ്റം വരുത്താനുള്ള ഒരു കാര്യം കൂടി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതുകൂടി നമുക്ക് പറയാം. പക്ഷെ ഇതിൽ ഈ ബൊക്ക സമ്പ്രദായം നമുക്കില്ല. പക്ഷെ ക്രിസ്ത്യൻസിനുണ്ട്. ക്രിസ്ത്യൻ സമുദായത്തിൽ ബൊക്ക കൊടുക്കുക, ഒരു വലിയ പൂച്ചെണ്ട് കൊടുക്കുന്ന സമ്പ്രദായമുണ്ട്. ഇനി ഇവിടെ അത് പരിഷ്കാരത്തിൻ്റെ പേരിൽ കൊടുത്തോളൂ, കുഴപ്പമില്ല. പക്ഷെ കൊടുക്കണത് ആര് കൊടുക്കണം? യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇവർ ഈ പെൺകുട്ടിയുടെ സഹോദരൻ അദ്ദേഹത്തിന് കൊടുക്കാം. കാരണം അദ്ദേഹം എന്താണ് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ഇപ്പം നമ്മൾ പറയാം സ്യാലൻ, അളിയൻ എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ അളിയനുള്ളൊരു സ്വീകരണമായിട്ട് ചെയ്യാം. അളിയനെ സ്നേഹത്തോട് കൂടിയിട്ട് സ്വീകരിക്കുന്നതായിട്ട് കൊടുക്കാം. അവൾക്ക് അതേമാതിരി അവൻ്റെ ഏതെങ്കിലും സഹോദരിക്ക് കൊടുക്കാം. കാരണം അവർ പരസ്പരമാണല്ലോ അവിടെ ഒത്തുപോകേണ്ടത്. ഇയാൾ ഏതായാലും താലി കെട്ടി പുടവയും കൊടുത്തു, എന്തായാലും ഈ ബൊക്കയും കൂടി കൊടുക്കണം യാതൊരു നിർബന്ധമില്ല. ബൊക്കയും കൂടി കൊടുത്തെങ്കിലേ ഇവർ രണ്ടാൾ ഒന്നാവുന്നുമില്ല. അവർ ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു. പിന്നെ ഇവിടെ ആര് തമ്മിലാണ് സമരസപ്പെടേണ്ടത്? ഈ രണ്ട് വീട്ടുകാർ തമ്മിലാണ്, അല്ലേ? അപ്പോൾ അവിടെ നാത്തൂനും ഇവിടെ അളിയന്മാരും തമ്മിലായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലല്ലോ. അതല്ലേ ശരിക്കും അവിടെ വേണ്ടത്. ശരിക്കും അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതൊന്നും നമുക്ക് ഒന്നാമത് സമ്പ്രദായമില്ല. ചെയ്യുമ്പോൾ ഈ രീതിയിൽ ചെയ്യാന്നുള്ളതാണ്. പിന്നെ ചെയ്യേണ്ടത് നിങ്ങളെങ്കിലും മാറ്റം വരുത്തിക്കൊണ്ടിരേണ്ടത്, ഇവിടെ 2 പ്രാവശ്യം കല്യാണം നടക്കുന്ന രൂപത്തിലൊക്കെ നടന്നിട്ടുണ്ട് മണ്ഡപത്തിൽ, വീഡിയോഗ്രാഫേഴ്സ് വേണ്ടിയിട്ട്. ഒരു 4-5 വീഡിയോഗ്രാഫേഴ്സ് ഉണ്ടെങ്കിൽ ഞാനൊക്കെ പറയാറുണ്ട്, ധൈര്യമായിട്ട് ഞാൻ തുറന്ന് പറയാറുണ്ട് അവരോടൊക്കെ കേട്ടോ. മണ്ഡപത്തിൽ വെച്ചിട്ട് തന്നെ പറയാറുണ്ട്, ഇവരെ കയറിയിട്ട് താലി കെട്ടുന്ന സമയത്ത് ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടാവും, മറ്റേ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇയാൾ എന്ത് പറയും, ഒന്നുകൂടി കൈ അങ്ങനെ വെക്കുമോ? അത് ഉപജീവന മാർഗ്ഗമായിക്കോട്ടെ. ഞാനിവരോട് എന്താ പറയുക, നിങ്ങൾ എന്ത് ചെയ്യണം, താലി കെട്ടാറായി എന്നുള്ളത് അവിടെ പുരോഹിതൻ മുഹൂർത്തം പറഞ്ഞു കഴിഞ്ഞാൽ
ഈ വീഡിയോഗ്രാഫേഴ്സ് എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ കറക്റ്റ് പോയിന്റിൽ നിൽക്കണം. ഇത് എവിടെ നിന്നാലാണ് ഞങ്ങൾക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റുക, നിങ്ങൾ ആ സ്ഥലത്ത് ആദ്യം കേന്ദ്രീകരിച്ച് നിൽക്കണം. അതല്ലേ വേണ്ടത്, അവിടെ ഉറപ്പിച്ച് നിൽക്കണം. എന്നിട്ട് അപ്പം ചെയ്യണം. ഇത് രണ്ടാമത് ഇവൻ്റെ കൈ അവിടെ പോകുന്നത് മാറി ഇവ രണ്ടാമത് താലി കെട്ടുന്നതിന് തുല്യമല്ലേ അത്. പുടവ കൊടുക്കണതും താലി കൊടുക്കണതും ഒക്കെ രണ്ടാമത് ചെയ്യണ പോലെയല്ലേ. അപ്പോൾ ഇതൊക്കെ ഈ അനാചാരങ്ങളിൽ കൂടെ തന്നെ ഇതും പോകണം. ജാതീയമായിട്ട് മാത്രമല്ല, ഇത് ജാതീയത ഈ രീതിയിൽ തന്നെയാണ് മാറ്റേണ്ടത്. അല്ലാതെ മറ്റൊരു തരത്തിലും ജാതി വ്യവസ്ഥ മാറ്റാൻ സാധിക്കില്ല. അതാത് സമൂഹമാണ് അത് നിശ്ചയിക്കേണ്ടത്. ആ സമൂഹത്തിന് പരിവർത്തനം വരണം. ഞാൻ ഹിന്ദു സമ്പ്രദായം അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ സനാതനധർമ്മം, അതാണല്ലോ ഹിന്ദുവിൻ്റെ സനാതനധർമ്മം അനുസരിച്ചിട്ട് മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ ഞാൻ നടത്തൂ എന്ന് ആ വീട്ടുകാർ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇന്ന് പഴയ ആൾക്കാരൊന്നും വളരെ പഴയ ആൾക്കാരെ പോലെയൊന്നല്ല ഇപ്പോഴത്തെ കുറച്ച് കാരണന്മാർ. പറഞ്ഞാലൊക്കെ മനസ്സിലാവും. അവരോട് പറഞ്ഞാൽ മതി ഇങ്ങനെയാണ് സമ്പ്രദായം നിലനിൽക്കുന്നത്. നമ്മൾ ഇനിയും ഈ തെറ്റായ ആചാരത്തെ നമ്മളിനി പഠിപ്പിച്ചു കൊടുക്കേണ്ട നമ്മുടെ മക്കളിലേക്ക്. ഇത് ഏത് കാലത്ത് തീരും? ഇത് തന്നെയാണ് പോകുന്നതെങ്കിൽ ഇത് ഏത് കാലത്താണ് പരിവർത്തനം വരിക? ഇപ്പം എൻ്റെ അച്ഛൻ എന്നെ അങ്ങനെ പഠിപ്പിച്ചു, ഞാൻ എൻ്റെ മകളെ ചെയ്ത് പഠിപ്പിച്ചു, അതിനല്ലേ എൻ്റെ മകൾ അവളുടെ കുട്ടികളതും ചെയ്യാം. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു മാറ്റം സംഭവിക്കുമോ? അവിടെ ഈ വ്യവസ്ഥിതി മാറുമോ? പരമ്പരയായിട്ട് പോവില്ലേ? അപ്പോൾ അത് മാറ്റണമെങ്കിൽ എവിടുന്ന് മാറണം? ഇന്ന് മാറണം. ഇന്ന് ഓരോ സമൂഹം, ഇപ്പം ജാതിക്കെതിരാണ് ഞാൻ. ജാതി സമൂഹമായിട്ട് നിൽക്കുന്നവർ, ജാതീയമായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നവർ, അവർ ഇന്ന് നിശ്ചയിക്കണം, ഇന്ന് മുതൽ ഞാൻ ഇനി ജാതീയമായ രീതിയിലൂടെ ഒരു കർമ്മങ്ങളും ചെയ്യില്ല എന്ന് തീരുമാനിച്ചാൽ പോരെ. അപ്പോഴല്ലേ ഇതിന് മാറ്റം വരുള്ളൂ. അല്ലാതെ നമുക്ക് ആർക്കും എന്ത് ചെയ്യാൻ പറ്റൂ? നമുക്കൊക്കെ പറയാൻ പറ്റാവുന്ന ഇത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പറയാം. അതുപോലെ തന്നെ നേരിട്ട് ഒരു വേദിയിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്ത് നമുക്ക് പറയാം. അതിൽ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വീട്ടിൽ കയറിയിട്ട് നിർബന്ധം പറയും ഇങ്ങനെ ചെയ്യേ എന്ന് പറയാൻ പറ്റുമോ? അത് കഴിയില്ലല്ലോ. അപ്പോൾ എനിക്ക് ബോധം വരണം, ഞാൻ ഹിന്ദുവാണ്, ഞാൻ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവനാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റേതായ ധർമ്മമുണ്ട്, എൻ്റെ ധർമ്മം അനുസരിക്കുന്ന ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, ഞാൻ അതനുസരിച്ച് ജീവിക്കട്ടെ എന്ന് നമുക്ക് തോന്നണ്ടേ? അവർക്കുണ്ടല്ലോ അത്. അവരവരുടെ മൊത്തം ആചാരം എടുക്കുന്നുള്ളൂ, ഏത് വിഭാഗമാണെങ്കിലും. അപ്പോഴും ഞാൻ പറയുന്നു, അവരെ തെറി വിളിക്കാൻ പോകണ്ട, അവരത് കണ്ടുപഠിക്കുക അല്ലേ. രാഷ്ട്രീയം എന്തായാലും, വിഭാഗങ്ങൾ ഏതൊക്കെ ഉണ്ടെങ്കിലും, മതപരമായ ചടങ്ങുകൾ, ധർമ്മബോധത്തിൽ, ധർമ്മ സംസ്കാരത്തിൽ, അതനുസരിക്കുന്നതിൽ, ആചരിക്കുന്നതിലൊക്കെ അവരെന്താണ്? ഒന്ന് തന്നെയാണ് അല്ലേ. പിന്നെ എന്താണ് ഹിന്ദു സമൂഹമേ നിനക്കതുപോലെ ചെയ്താൽ എന്നേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. എന്തെങ്കിലും ഉണ്ടാതിൽ ഇതൊക്കെ തന്നെയാണ്. അപ്പം പൊതുവിൽ നമ്മൾ സ്വന്തം വീട്ടിൽ നിന്ന് മാറുക, സ്വന്തം വീട്ടിൽ നിന്നാണ് മാറ്റം വരുത്തേണ്ടത്. അല്ലാതെ സമൂഹത്തിന് അപ്പോഴേ സമൂഹം മാറുള്ളല്ലോ. ഒരാൾ ചേർന്നല്ലല്ലോ സമൂഹം അല്ലേ. വീടുകൾ ചേരുന്ന സമയത്താണ്. ഇതിനൊക്കെ നമുക്ക് പറ്റാവുന്ന ഒരു ചെറിയൊരു മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, കുടുംബ സംഗമങ്ങൾ ചേരുന്നത്, കുടുംബ സദസ്സുകൾ ചേരണം. എങ്ങനെ? ഒരു കുടുംബത്തിൻ്റെ അല്ല, ഈ സത്സംഗം എന്ന് പറയും, കുടുംബ സത്സംഗം. ഇപ്പം നമ്മുടെ ഓരോരുത്തരുടെയും പ്രദേശത്തുള്ള, എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള ഒരു 10 വീട്, ആ ഒരു 10 വീട് കേന്ദ്രീകരിച്ചിട്ട് ഒരു സത്സംഗ യൂണിറ്റ്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ഒരു 10 വീടുകൾ ചേർന്നിട്ട് ഒരു സത്സംഗ യൂണിറ്റ്. അങ്ങനെ 2-3 സത്സംഗ യൂണിറ്റുകൾ നമുക്ക് നമ്മുടെ പ്രദേശത്ത്, ഇപ്പോൾ ഒരു വാർഡിൽ അങ്ങനെ കുറേ എണ്ണം ചെയ്യാൻ പറ്റും ഇല്ലേ. അപ്പോൾ ഓരോ സ്ഥലത്തും ഇതേപോലെ കുടുംബ യൂണിറ്റുകൾ ഉണ്ടാക്കിയിട്ട് അവിടെ ജാതീയമായതൊന്നുമില്ല, ഒന്നും ഉണ്ടാവില്ല, പരസ്പര ധാരണയോട് കൂടിയിട്ട് അവിടെ എന്ത് ചെയ്യണം? ഈ സംസ്കാരത്തെക്കുറിച്ചിട്ടൊക്കെ ആരെക്കൊണ്ടെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരാളെയൊക്കെ വിളിച്ചിട്ട് അവരെ കൊണ്ട് ഒരു ക്ലാസ്സൊക്കെ കൊടുത്തിട്ട്, അതിനൊക്കെ ഇഷ്ടംപോലെ ആളെ കിട്ടാനുണ്ട്, അത് കൊടുത്തിട്ട് അവരിലൂടെ തന്നെ മാറ്റം വരുത്തിയിട്ട് ഈ കുടുംബ സദസ്സുകളിലൂടെ വേണം മാറുക. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു 30 കുടുംബ സദസ്സ് ഉണ്ടായി വിചാരിച്ചോളൂ, കുടുംബ യൂണിറ്റ്. ഇപ്പോൾ മിക്കവാറും നമ്മുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഒഴിവില്ലാത്തവരാണ് നമ്മൾ അല്ലേ. ഹിന്ദു സമാജത്തിൽ ഞായറാഴ്ച തീരെ ഒഴിവില്ല, മൊത്തം ലീവാണെങ്കിലും ഞായറാഴ്ച കുടുംബത്തിന് ഒഴിവില്ല, മറ്റുള്ള ദിവസങ്ങളിലും ഒഴിവില്ല എന്നാണ് പറയുക. പക്ഷേ എന്നാലും ഒഴിവുണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഓരോ ദിവസം ഓരോ 10 വീട് അല്ലേ, അങ്ങനെ ഒരു 30 യൂണിറ്റ് നമ്മുടെ ഒരു പ്രദേശത്തുണ്ടെങ്കിൽ 30 ദിവസം കൊണ്ട് എന്തായി?
30 വീടുകളും അത് കവർ ചെയ്ത് കഴിഞ്ഞു. പിന്നീട് എന്ത് ചെയ്യാൻ പറ്റും? ഈ 30 വീടുകളിൽ കുടുംബസമിതികൾ ഒന്നിച്ചൊരു ദിവസം വിളിക്കാൻ പറ്റും, ഇല്ലേ? അവരുടെ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കാം. അവിടെ വെച്ചിട്ട് ഈ ആചാരങ്ങളെ മാറ്റുന്ന രീതിയിൽ ഒരു പരിശീലനം നമുക്ക് കൊടുക്കാൻ സാധിക്കില്ലേ? പക്ഷെ തയ്യാറാവും അവര്. ആവണം. അതാണ് പറഞ്ഞത്. ഇവിടെ പരിവർത്തനം വരേണ്ടത് എൻ്റെ മനസ്സിലൂടെയാ, അല്ലേ? നമ്മളിപ്പോൾ കുറച്ച് മുമ്പേ വിവാഹത്തിനെ കുറിച്ച് സംസാരിച്ചു. അപ്പം ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയാണല്ലോ. അപ്പം ഈ രീതിയിലേക്ക് ഇപ്പം കറക്റ്റ് രീതിയിലേക്ക് അവരെ വരാൻ അവർ തയ്യാറാവണ്ടേ? അവര് ഇതാണ് ഞങ്ങളെ രീതി എന്നും പറഞ്ഞ് നിൽക്കല്ലേ? ഇതാണ് ഞങ്ങൾ കണ്ടു വളർന്നത്. അതാണ് അവരിപ്പോഴും പറയണത് തന്നെയാണ്. അപ്പോഴും ഞാൻ പറഞ്ഞു, നിങ്ങളെ ഇത് തെറ്റിദ്ധരിപ്പിച്ചത് നിങ്ങൾ അന്നത്തെ സവർണരാ. എന്തിനു വേണ്ടി? ഇതേ രൂപത്തിൽ കഴിഞ്ഞ ഞാനും അവനും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പോൾ അവൻ എന്നെക്കാളും താഴെയല്ലേ? ജാതിയിൽ അവൻ എന്നെക്കാളും താഴെയല്ലേ? അപ്പോൾ ഈ വിവാഹം അങ്ങനെ വേണ്ട, മരണത്തിൻ്റെ ചടങ്ങും ഇങ്ങനെ വേണ്ട, പിറന്നാളിൻ്റെ ചടങ്ങ് ഇങ്ങനെ വേണ്ട. അവർ തീരുമാനിച്ചു. ഇനിയെങ്കിലും ബോധം വരട്ടെ. ഇത് ഞങ്ങളെ കാരണവന്മാരുണ്ടാക്കി വെച്ചതോ ഞങ്ങളുടെ ജാതിയിൽ അങ്ങനെ ഒരു ആചാരം ഉണ്ടാക്കി വെച്ചതോ അല്ല. ഇതുണ്ടാക്കി വെച്ചത് പഴയ കാലത്തെ ചില ഈ സവർണ മേധാവിത്വത്തോടു കൂടി നിന്നിരുന്ന ചില ആളുകളാണ് എന്ന് ചിന്തിച്ചാൽ പോരെ? എന്നിട്ട് വരുത്തണം, അല്ലേ? പക്ഷെ പ്രായമുള്ള ആളുകളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. അവർക്കറിയാതെ പോകുന്നതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ശരിക്കുള്ള ഒരു രീതിയെ പഠിപ്പിച്ച് കിട്ടാൻ സാധിക്കാതെ പോയി. കുറേ ആചാരങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഇപ്പം എന്ന് വെച്ചാൽ ചില സ്ഥലത്ത് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പാത്രങ്ങൾ കൊടുത്തിട്ട് ബന്ധുക്കളെ പിരിച്ചുവിടുക, അങ്ങനെയൊക്കെ. അതൊന്നും നമ്മൾ കാണുന്നുണ്ട്, അറിയുന്നില്ല ഇതൊക്കെ എന്തിനാണ് എന്നുള്ളത്. പിന്നെ കല്യാണം കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞാൽ, പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ പാത്രങ്ങൾ കൊണ്ടുവരിക. അപ്പോൾ അതുകൊണ്ടൊന്നും എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, ഞാൻ ചോദിക്കണത്, ഇവർ കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ മകൾക്ക് കൊടുക്കാനുള്ളത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. അതിനാരും തടസ്സമല്ല, സമൂഹം തടസ്സമല്ല, അത് സമൂഹം തടസ്സമല്ല. പക്ഷേ ഇത് നിയമമായിട്ട് എവിടെയാണ് പ്രതിപാദിക്കുന്നത്? എവിടെയാ? നമ്മുടെ അടിസ്ഥാനം എന്താ? ഹിന്ദു സമാജത്തിൽ ഏതൊരാചാരത്തിനും അനുഷ്ഠാനത്തിനും വേദത്തിൻ്റെ അടിസ്ഥാനത്തിലാണൊക്കെ വരുന്നത്. വേദാധിഷ്ഠിതാണ് നമ്മളൊക്കെ എല്ലാ കർമ്മങ്ങളും. ആ വേദത്തിൽ ഇല്ലാത്തൊരു സാധനത്തെ എന്തിനാണ് നമ്മൾ ആചരിക്കേണ്ട ആവശ്യം? അതല്ലേ അനാചാരം എന്ന് പറയണത്? വേദപ്രകാരം അധിഷ്ഠാനമായിട്ട് എന്തൊക്കെയാണോ ആചാരാനുഷ്ഠാനങ്ങൾ, അതാണല്ലോ നിയമം. ആ നിയമത്തിനെയാണ് ആചാരം എന്ന് പറയുക. അതാണ് ആചാരം. മറ്റേതാണ് അനാചാരം എന്ന് പറയണത്, അല്ലേ? അപ്പം ഇന്ന് ആചാരത്തിനെ അനാചാരമായിട്ടും അന്ധാചാരമായിട്ടും കാലദേശാചാരമായിട്ടും ഒക്കെ മാറ്റി. കാലദേശാചാരം ഉണ്ട് നമുക്കിപ്പോൾ. അതുകൊണ്ടാണ് ഒരു ജില്ലയിൽ തന്നെ പല ഭാഗത്തും പല രീതിയിൽ നടത്തുന്നില്ലേ. പിന്നെന്താണ്, ചില കാലങ്ങൾക്ക് മാറുന്ന സമയത്ത് ഇപ്പം കുറച്ച് കൊല്ലം മുമ്പ് നടത്തിയതല്ല ഇപ്പം നടത്തി വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തർ സ്വയമേവ മാറ്റം വരുത്തുകയാണ്. പിന്നെ ചില സ്ഥലങ്ങളിൽ അറിയാമെന്ന് നടിക്കുന്ന ചില ആളുകളുണ്ടാവും. എനിക്കിതൊക്കെ അറിയാം, അയാൾ വേറെ രീതിയിൽ അവിടെ കൊണ്ടുവരും, അല്ലേ? അയാൾ ഏറ്റെടുത്തിട്ട് അയാളുടേതായ ഒരു രീതി അവിടെ കാണിക്കും. അപ്പം പിന്നെ ആ പ്രദേശത്ത് കുറച്ച് ആൾക്കാർ എന്ത് വിചാരിക്കും? ഇതാ ശരി, ഇത് വിചാരിക്കും. അയാൾക്കോ ബോധമില്ല. ഇത് ഏറ്റെടുക്കുന്നവൻ അത്രയും ബോധമില്ല എന്നല്ലേ എൻ്റെ അർത്ഥം, അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതൊക്കെ തന്നെയാണ്. വീടുകളിൽ നിന്ന്, എല്ലാ വീടുകളിൽ നിന്ന് മാറ്റം വരുത്തണം. കുടുംബ യൂണിറ്റുകൾ ഉണ്ടാക്കിയിട്ട് സത്സംഗത്തിൽ കൂടി മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കണം. വിവാഹത്തിനും ഈ മരണത്തിനൊക്കെ ഈ സമ്പ്രദായങ്ങളുണ്ട്. ഇപ്പോൾ ഞാനൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെ മറ്റൊരു ബ്രാഞ്ചിൽ ജോലി ചെയ്തിരുന്ന ഒരാളുടെ അമ്മ മരിച്ചിട്ട് ഞങ്ങൾ പോയത് ഈ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള. അന്ന് അവിടെ ചെല്ലുന്ന സമയത്ത് കണ്ടത് ഇതേമാതിരി മക്കളെ പിരിച്ചുവിടുക, പെൺമക്കളെ പിരിച്ചുവിടുക. നമ്മൾ സാധാരണ ഈ പിരിച്ചുവിടൽ നടത്തിയത് എവിടെയാണ്? ഉപഹാരം കൊടുത്തിട്ട് പിരിച്ചുവിടൽ എപ്പോഴാണ്? ഒരു വീട് പണി നടത്തിയാൽ നമ്മൾ അതിൻ്റെ എല്ലാ പണി ചെയ്തുള്ള ആളുകളെ നമ്മളൊരു ദിവസം വിളിച്ച് വിട്ട് അവർക്ക് ഉപഹാരങ്ങളൊക്കെ കൊടുത്തിട്ട് പിരിച്ചുവിടാറുണ്ട്. ഒന്നിച്ചൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ട് റിട്ടയർ ചെയ്യുന്ന സമയത്ത് നമ്മളിത് ചെയ്യാറുണ്ട്, അല്ലേ? പക്ഷെ ഇത് മരിച്ച വീട്ടിൽ ഇവരെന്താ ചെയ്യണത്? പെൺകുട്ടികൾക്കാണല്ലോ കൊടുക്കുക. അതാണ് ഞാൻ കുറച്ച് മുമ്പേ ചോദിച്ചത്. പെൺകുട്ടികൾ
ഇതൊക്കെ ഒരു സമൂഹത്തിൽ മാത്രമുള്ളതാണ്, ഒരു പ്രത്യേക ജാതിയിലും ഇതൊക്കെ പറയുമ്പോഴാണ് ആളുകൾ നമുക്ക് നേരെ പലതുമായിട്ട് വരിക. വന്നോട്ടെ, ഏറ് കൊള്ളാൻ നമ്മൾ തയ്യാറാണ് ഇപ്പോഴും. സമൂഹത്തിന് വേണ്ടി ആയതുകൊണ്ട് ആരുടെ ഏറ് കൊള്ളാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ നമ്മൾ സത്യത്തിൽ നിന്നും ധർമ്മത്തിൽ നിന്നും മാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ കൊടുക്കുമ്പോൾ എന്താ അവരതിൽ ഉദ്ദേശിക്കുന്നത് മനസ്സിലായിട്ടില്ല. ഞാൻ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അത് ഇത്രയും ദിവസം അവർ ദുഃഖത്തിലായിരുന്നില്ലേ, ആ ദുഃഖത്തിൽ നിന്ന് അവർ മാറാൻ വേണ്ടി ഒരു സന്തോഷത്തിന് വേണ്ടി കൊടുക്കുന്നതാണെന്ന്. ഞാൻ ചോദിച്ചു, നിങ്ങൾ വാടക എടുത്ത ആൾക്കാരാണോ ദുഃഖം കൊണ്ടത്? എൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ മരണത്തിൽ ഞാനൊരു 16 ദിവസം അവിടെ വീട്ടിൽ ഒതുങ്ങിയിരുന്നുണ്ടെങ്കിൽ അത് എൻ്റെ അച്ഛനോ അമ്മയോടും എനിക്കുള്ള കർത്തവ്യമല്ലേ? അവിടെ പിന്നെ ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ മകൾ പോണ സമയത്ത് എന്തിനാ ഞാൻ ഈ പാരിതോഷികം കൊടുക്കേണ്ട ആവശ്യം? ഏത് നിയമവ്യവസ്ഥ ഉണ്ടതിന്? ഏത് ഗ്രന്ഥത്തിലാണ് അല്ലെങ്കിൽ ഏത് വേദത്തിലാണ്, ഏത് നിയമം അനുസരിച്ചിട്ടാണ് നിങ്ങളിത് കൊടുക്കണമെന്ന് ചോദിച്ചാൽ അവർക്ക് മറുപടിയൊന്നുമില്ല. പണ്ടേയുള്ള ഒരു ആചാരം, അത്ര മാത്രമേ ഉള്ളൂ. സൗകര്യപ്രദം ആവാൻ വേണ്ടിയിട്ട് 16 ദിവസത്തെ അതും ഇല്ല, അതും നിർത്തലാക്കി. അത് എല്ലാ സമൂഹവും നിർത്തലാക്കിയിട്ട് അത് ഇവിടെ ജാതിയൊക്കെ ഒഴിവാക്കിയിട്ട് ഒരുവിധം എല്ലാ ജാതി വ്യവസ്ഥകളിലും ഇന്ന് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് അവർ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം ചിലർ വീണ്ടും പഴയ ഈ സിസ്റ്റത്തിലേക്ക് തന്നെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്നും ഒരു എന്താ പറയുക, നിയമപരമായിട്ട് അല്ല ചെയ്യണത്. അതായത് ധർമ്മത്തിന് വിധേയമായിട്ടല്ല, നമ്മുടെ ഭാഷ പറഞ്ഞാൽ ധർമാനുസരണമല്ല ഇതൊന്നും ഇവർ ചെയ്യണത്. തൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യുക, ഓരോരുത്തർക്ക് തോന്നിയ പോലെ ചെയ്യാനുള്ളത്. ഈ സംവിധാനമാണ് ആദ്യം മാറ്റേണ്ടത്. ഹിന്ദു സമാജം ഒന്നിച്ചു നിൽക്കണമെങ്കിൽ ഈ വ്യത്യസ്തമായ ചിന്തകളിലൂടെ നടത്തുന്ന ആചാര സംവിധാനങ്ങളെ ആദ്യം മാറ്റണം. അത് ഒഴിവാകണം. ഇത് ഒഴിവാകണമെങ്കിൽ എൻ്റെ മനസ്സ് എന്നെ സമ്മതിക്കണം, അല്ലേ? ചിന്തിക്കുന്നിടത്തല്ല കുഴപ്പം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, മനസ്സ് ഒരുപോലെയാണെങ്കിലും ചിന്തിക്കുന്നിടത്താണ് കുഴപ്പം. ഒരേപോലെ ചിന്തിച്ചാൽ കുഴപ്പമില്ല. അപ്പോൾ നോക്കൂ, നമ്മുടെ പുരാണങ്ങളിൽ തന്നെ നോക്കൂ, രാമായണം എടുത്തു നോക്കുക. ശ്രീരാമനും രാവണനും പഠിച്ചതൊക്കെ ഒരേ വിദ്യകളാണ്. ഒരേ വേദങ്ങളാണ്, ഒരേ ശാസ്ത്രങ്ങളാണ്, ഒരേ ശാസ്ത്രവിദ്യകളാണ്. എല്ലാം പഠിച്ചിട്ടുണ്ട്, എല്ലാം ഒരുപോലെയാണ് പഠിച്ചത്. ഒരേ സംഭവം തന്നെയാണ്, അല്ലാണ്ട് വേറെ ഇല്ലല്ലോ നമുക്കിവിടെ. ഒറ്റ ഒന്നേ ഉള്ളൂ, ആ വേദസംഹിതകൾ തന്നെയാണ് പഠിച്ചത്. പക്ഷെ എങ്ങനെ രണ്ടും രണ്ടായി? രണ്ടാളുടെയും ജീവിതക്രമം രണ്ടല്ലേ? രാമൻ സനാതന ധർമ്മത്തിലൂടെ പോകുന്നു, അയാൾ അധർമ്മത്തിലൂടെ പോകുന്നു, രാവണൻ അധർമ്മത്തിലൂടെ പോകുന്നു. എങ്ങനെ വന്നത്? ഒരേ സംഭവം പഠിച്ചിട്ടും അങ്ങനെ വന്നത് എന്താണ്? ചിന്തയുടെ കുഴപ്പമാണ്. ചിന്തിച്ചെടുത്തത് എന്താണ്? ഇതിനെ ഇങ്ങനെ ഉപയോഗിക്കാം എന്നാണ്. ഇപ്പം നോക്കുക, നമ്മുടെ ഒരു 2 വിഭാഗത്തിലുള്ള 2 കുട്ടികൾ എടുത്തെന്ന് ചോദിച്ചോളൂ. 2 കുട്ടികൾ ഒരേ വിഷയത്തെ തന്നെ കോളേജിലും പഠിച്ചു, ഒരേ വിഷയം എന്ന് വെച്ചോളൂ. ഇപ്പോൾ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ്. 2 കുട്ടികളും പഠിച്ചത് ഒരേ കോളേജിൽ ഈ ഒരേ കോഴ്സ് പഠിച്ചു. 2 പേരും വിജയിച്ചു. ഒരാൾ എന്ത് ചെയ്തു? അതിനെ കൃത്യമായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്തു. അയാൾ തന്നെ തൻ്റെക്കും തൻ്റെ കുടുംബത്തിനും തൻ്റെ സമൂഹത്തിനും തൻ്റെ രാഷ്ട്രത്തിനും ഉപയുക്തമാകുന്ന രീതിയിൽ അയാൾ അതിനെ ഉപയോഗപ്പെടുത്തി. അയാൾക്ക് ജീവിതമാർഗ്ഗമായി, അയാളത് ജോലിയാക്കി മാറ്റി, അല്ലേ? സ്വന്തം ജോലിയെ. അപ്പോൾ അയാൾക്ക് ഗുണമാണ്, കുടുംബത്തിന് ഗുണമാണ്, സമൂഹത്തിന് ഗുണമാണ്, രാഷ്ട്രത്തിനും ഗുണമാണ്. അങ്ങനെ വരുമ്പോൾ പക്ഷേ ഇവൻ്റെ കൂടെ പഠിച്ചിറങ്ങിയവൻ ഈ ഇലക്ട്രോണിക് സംവിധാനത്തെ ഉപയോഗിച്ചിട്ട് തീവ്രമായ സ്വഭാവത്തിലേക്ക് അവൻ പോയി. ബോംബ് നിർമ്മാണം തുടങ്ങി, അല്ലേ? ഏതൊക്കെ രീതിയിൽ ഇന്ന് രാഷ്ട്രത്തെ നശിപ്പിക്കാൻ, ഒരു സമൂഹത്തെ മുഴുവൻ പറഞ്ഞാൽ രാഷ്ട്രത്തെ നശിപ്പിച്ചാൽ സമൂഹം വഴി ഒരു രാഷ്ട്രത്തെ എങ്ങനെ നശിപ്പിക്കാൻ അത് ഉപയോഗപ്പെടുത്താം എന്ന് അവൻ ചിന്തിച്ചു, അല്ലേ? രണ്ടാളും ഒരേ പാഠ്യപദ്ധതിയല്ലേ പഠിച്ചത്. അപ്പോൾ ഈ വ്യത്യസ്ത ചിന്തയല്ലേ മാറേണ്ടത്. ഇത് എങ്ങനെ മാറ്റിയെടുക്കാനാ? ഞാൻ തന്നെ വിചാരിക്കണ്ടേ, അല്ലേ? എന്നെ മാറ്റണം, ഞാൻ തന്നെ വിചാരിക്കണം. ഇവിടെ ജാതി വ്യവസ്ഥകളിൽ നിന്ന് ഈ ചിന്താഗതികളെ മാറ്റിയെടുക്കേണ്ടത് അതാത് സമുദായങ്ങൾ തന്നെയാണ് എന്ന് പറയണം. ഇവിടെ ഇപ്പം സാമുദായിക സംഘടനകളില്ലേ, ഇവരെന്തുകൊണ്ട് നിർത്തുന്നില്ല? ഇവരൊക്കെ വലിയ ആദർശങ്ങളൊക്കെ വെച്ച് വിളമ്പാറുണ്ടല്ലോ. ഈ സാമുദായിക സംഘടനയുടെ നേതാക്കന്മാർ വരെ സമൂഹത്തിൽ സന്ദേശങ്ങൾ കൊടുക്കുന്നവരായിട്ടുണ്ട്, ഒരുപാട് വാചകങ്ങൾ അടിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇവർ ഈ സംവിധാനത്തിനോട് മാറ്റം വരുത്തുന്നില്ല?
ഇവരെന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നില്ല, മറിച്ച് ചിന്തിക്കുന്നില്ല? ഇവരിപ്പോഴും ജാതീയമായിട്ടല്ല പോണത്. എൻ്റെ അഭിപ്രായത്തിൽ ജാതീയ സംഘടനകൾ നിരോധിക്കണം. ജാതീയ സംഘടനകൾ ആദ്യം നിരോധിക്കണം. ഇതുള്ള എത്രയുണ്ട്? 100-ലേറെ ജാതി സംഘടനകളുണ്ട് ഹിന്ദു സമാജത്തിൽ, ഇല്ലേ? ഇതൊക്കെ ചിലത് സംഘടനയൊക്കെ ചിലപ്പം പത്രത്തിലൊക്കെ വരുമ്പോൾ നമുക്ക് തോന്നും ഇങ്ങനെയൊക്കെ ഒരു ജാതി ഉണ്ട് നമ്മളിൽ നിന്ന്. അപ്പോൾ ഇതിൻ്റെ മാറ്റം വരുത്തണ്ടേ? അപ്പോൾ ജാതീയ സംഘടനകളെ പോയി കഴിഞ്ഞാൽ എല്ലാം മാറി. ഇപ്പോൾ NSS അവരുടേതായ സമ്പ്രദായമുണ്ട്. അവർ കൊല്ലം ഭാഗത്ത് ഒക്കെ ഉള്ളതുകൊണ്ട്, കോട്ടയം ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാരൊക്കെയാണ് സമയത്ത് അവരെന്ത് ചെയ്യും? അവരുടെ സമ്പ്രദായ പ്രകാരം ഒരു നിയമം ഉണ്ടാക്കി വിവാഹത്തിനും മരണത്തിനും. SNDPക്കാർ അവരുടെ രീതിക്കനുസരിച്ച് ഉണ്ടാക്കി. ഇവർ ഇതിൻ്റെ ആളുകൾ അവിടെയൊക്കെ പോവും, വീടുകളിലൊക്കെ പോയിട്ട് അവരങ്ങനെ നടത്തും. അപ്പോഴും അവർ എന്താ ചെയ്യണത്? ജാതീയമായ സ്പർദ്ധ ഉണ്ടാക്കി കൊണ്ടുവരില്ലേ? അപ്പോൾ ജാതി സ്പർദ്ധ വളർത്തുന്നത് ശരിക്കും ആരാണ്? ഈ നേതാക്കന്മാരാ, അല്ലേ? അവരാദ്യം ബ്രെയിൻ വാഷ് ചെയ്യണ്ടേ? അവർ സ്വയം മാറണ്ടേ? അത് ചിന്താഗതി മാറിക്കഴിഞ്ഞാൽ, ആ ചിന്ത മാറിയാൽ ഇവിടെ ജാതി വ്യവസ്ഥ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവില്ല, അല്ലേ? ഇന്നും അത് സജീവമായിട്ട് തന്നെ പറയാം, സജീവമായിട്ട് തന്നെയാണ് ഇന്ന് ജാതി ചിന്തകൾ നടക്കുന്നത്. അപ്പം ഇവിടെ ജാതി സംഘടനകൾ ഒഴിവാക്കണം. ജാതീയമായ രീതിയിലുള്ള മറ്റ് ആചാരങ്ങളെ നമ്മൾ സ്വയമേവ മാറ്റി നിർത്തണം. എങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ടും നിർത്തലാക്കി ഒരു ഹിന്ദു സമാജം എന്നുള്ള രീതിയിൽ നമുക്ക് നിലനിർത്തിക്കൊണ്ടാകാൻ സാധിക്കുള്ളൂ. ഹിന്ദു സമാജം ആവണം, അല്ലേ? ഒരിക്കലും വ്യത്യസ്തമായിട്ട് വരാൻ പാടില്ല എന്നുള്ളതാണ്. ജാതി ഇല്ല, നമുക്കും ജാതി ഇല്ല. നമുക്ക് ജാതിക്കൊക്കെ അപ്പുറത്തല്ല നമ്മളൊക്കെ ചിന്തിക്കുന്നത്. നമ്മളൊക്കെ എപ്പോഴും ചിന്തിക്കണം അങ്ങനത്തെ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എവിടെ പോയിട്ട് ഒരു വേദിയിൽ പോകാനും പറ്റില്ലല്ലോ. ജാതിക്ക് അതീതമായിട്ട് ചിന്തിക്കുക, മനുഷ്യത്വത്തിന് വില കൊടുക്കുക, മനുഷ്യൻ്റെ സംസ്കാരത്തിന് വില കൊടുക്കുക. ഞാൻ അടങ്ങുന്ന സമൂഹത്തിൻ്റെ സംസ്കാരത്തിനെയാണ് ഞാൻ മാനിക്കുന്നത്, എൻ്റെ ധർമ്മമാണ് ഞാൻ പാലിക്കുന്നത്. എനിക്ക് അവിടെ ജാതീയതയില്ല. ഞാൻ ഏത് ജാതിയിലോ ആയിക്കോട്ടെ. എന്നെ ജാതിയൊക്കെ എടുത്ത് പറഞ്ഞവരുണ്ട്, ഞാൻ എല്ലെന്നെ മാറ്റിയിട്ടൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് നേരത്തെ, ഇങ്ങനെ ഓരോന്ന് ചെയ്ത് വെച്ചിട്ട് ഇവിടെ നോക്കിയോ എടുത്തിട്ട് കൊടുക്കുന്നു. നമ്മളൊന്നും അറിഞ്ഞിട്ടല്ലല്ലോ. അവരങ്ങനെ വിശ്വസിച്ചോട്ടെ. നമുക്ക് നമ്മളുടെ ഒരു വിശ്വാസം മനസ്സിലുണ്ടല്ലോ. എന്നെ എന്തൊക്കെ മറ്റുള്ളവർ പറഞ്ഞാലും ഞാൻ ആരായിരിക്കും? ഞാൻ തന്നെ ഇരിക്കുമല്ലോ. എനിക്ക് മാറ്റമില്ലല്ലോ. എന്നെപ്പോൾ എന്തൊക്കെ പേരിൽ വിളിച്ചു, ഏതൊക്കെ രീതിയിൽ അഭിസംബോധന ചെയ്തു, ഏതിലായാലും ഞാൻ എന്താണ്? അതൊക്കെ ഉൾക്കൊണ്ടാലും ഞാൻ എന്താണ്? ഞാൻ തന്നെയാണ്. അതിൽ മാറ്റമില്ല. പക്ഷേ അവൻ അത് വിളിക്കണ സമയത്ത് അപ്പോൾ ഒന്നുകൂടി പൊങ്ങി, അപ്പോൾ ഞങ്ങൾക്ക് ഒരു അഹങ്കാരം. ഇതൊന്നും വേണ്ട, അഹങ്കാരങ്ങൾ മാറ്റിയെടുത്താൽ മതി. അപ്പോൾ തന്നെ ഈ വ്യവസ്ഥകളൊക്കെ മാറും, അല്ലേ? ശരിയല്ലേ? തീർച്ചയായിട്ടും.